ചെമാർ അഭിലാഷ്, BNS 72, 79, 351 IT ആക്ടിലെ സെക്ഷൻസ് അടക്കം ചുമത്തിയാണ് രാഹുൽ ഈശ്വറിനെതിരെയും സന്ദീപ് വാര്യർക്കെതിരെ അടക്കം എടുത്തിരിക്കുന്ന കേസ്. ആ കേസിന്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും രാഹുൽ ഈശ്വർ പിടിയിലാവുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കാണാമറയത്താണ്. എന്തൊക്കെയോ ഇന്നലെ ഈ പറഞ്ഞ പെൺകുട്ടിക്കെതിരെ സമർത്ഥിക്കാനുള്ള തെളിവുകളടക്കം എന്താണ് സീൽഡ് കവറിൽ കോടതിയിൽ കൊടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കേസിന്റെ ഭാവി എന്താണ് ചെമാർ അഭിലാഷ്? ശ്രീ ഹാഷ്മി, ഒരു ലൈംഗിക കുറ്റകൃത്യത്തിലെ പരാതിക്കാരിയെ ഇര എന്ന് നമുക്ക് പറയാൻ കഴിയും. അവരെ അപമാനിക്കുക, അവരുടെ പേരോ അവരുടെ ഐഡൻറ്റിറ്റിയോ ഏതെങ്കിലും തരത്തിൽ വെളിവാക്കുക, ഇതെല്ലാം തന്നെ നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം രാഹുൽ ഈശ്വറിനെതിരെ ഇൻവോക്ക് ചെയ്യപ്പെട്ടു എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രൊവിഷൻ ബെയിലബിളാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ 72-ാം വകുപ്പ് പ്രകാരം ആരെങ്കിലും ഒരു ലൈംഗിക കുറ്റകൃത്യത്തിലെ ഇരയുടെ പേരോ മറ്റേതെങ്കിലും വിവരമോ പ്രിൻ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുകയും അതിനോടൊപ്പം തന്നെ പിഴത്തുക അടപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ഒഫൻസാണ്. അത് ബെയിലബിളാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ടതാണ്. പക്ഷേ പേര് വെളിപ്പെടുത്തണമെന്നില്ല. പേരല്ലെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റി, അവരെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് കാര്യവും വെളിപ്പെടുത്താൻ അങ്ങനെ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഫൻസാണ്. പക്ഷേ അത് ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കൂടിയും ശ്രീ രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള നോൺ ബെയിലബിൾ ഒഫൻസസ് ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 79 പ്രകാരം മോഡസ്റ്റി, സ്ത്രീയുടെ മാന്യത ചോദ്യം ചെയ്യുക, അതും ബെയിലബിൾ ഒഫൻസാണ്. പക്ഷേ ഈ 67 IT ആക്ട് പ്രകാരം മാന്യമല്ലാത്ത മെറ്റീരിയൽസ് സാങ്കേതിക പ്ലാറ്റ്ഫോം വഴി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു പ്രൊവിഷനാണ്. ഈ ഒബ്സീൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മോശപ്പെട്ട മെറ്റീരിയൽസ് മാത്രമാണെങ്കിൽ കൂടിയും അതെല്ലാം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആകുമ്പോൾ അത് വളരെ വികൃതമായിട്ടുള്ള ആരോപണങ്ങളോ അതൊക്കെ തന്നെ അതിൻ്റെ സ്കോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സെക്ഷൻ 67 5 വർഷം വരെ പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. അത് നോൺ ബെയിലബിളാണ്. IT ആക്ട് ഇൻവോക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാൻ കഴിയുന്ന തരത്തിൽ ഗുരുതരമായിട്ട് സമൂഹം കാണേണ്ട ഒരു കുറ്റമാണെങ്കിൽ കൂടിയും അത് ബെയിലബിൾ ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിടേണ്ടതായിരുന്നു. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കോണ്ടക്റ്റ് ന്യായീകരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. കാരണം ഈ പബ്ലിക് ഫീൽഡിൽ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലും ഒക്കെ വരുന്ന നിരീക്ഷകരെന്ന് പറയുന്ന അവരവരുടെ ഒരു ഒബ്ജക്റ്റിവിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ വ്യക്തിപരമായിട്ട് ഒരു തവണ ശ്രീ രാഹുൽ ഈശ്വറിനോട് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. നാം ആ വിഷയത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ, ഒരു കോസിന് വേണ്ടി എടുത്ത് ചാടുമ്പോൾ അവർക്ക് വ്യാജമെന്നൊക്കെ പറയാം. നേരത്തെ ഇവിടെ ഒരു അഭിനേത്രി സംസാരിക്കുകയുണ്ടായി, വ്യാജമാണെന്ന് പറയാൻ കഴിയില്ല, അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരാൾക്ക് ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. അപ്പോഴും മാന്യത സംരക്ഷിച്ചുകൊണ്ട് ആ കേസിലെ ഇരയെ നിയമം സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ പരാതിക്കാരിയെ, ഇരയെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പരാതിക്കാരിയെന്ന് വിശ്വസിച്ചോളൂ. ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പരാതിക്കാരിയുണ്ട്. ആ പരാതിക്കാരിയെ നിയമം സംരക്ഷിക്കുമ്പോൾ അതിനപ്പുറത്ത് വികാരഭരിതരായിട്ട് ഒരു യുദ്ധ സന്നാഹത്തോടു കൂടി അത്തരത്തിൽ ആക്രാമികമായിട്ടുള്ള രീതിയിൽ പരാതിക്കാരിയെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുകയും അത് സ്പെസിഫിക് ആയിട്ട് ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിരീക്ഷകരായിട്ടൊക്കെ സമൂഹത്തിൽ ഇതുപോലെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നവർ, അത് ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും ആരും അത്തരത്തിലുള്ള അക്രമത്തിന് മുതിരാതിരിക്കുക എന്നത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാന്യതയാണ്. നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കാവൂ. ശക്തമായിട്ട് കാഴ്ചപ്പാട് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് ഈ നിയമ നടപടിയിലൂടെ അദ്ദേഹം നേരിടേണ്ടി വരുന്നത്. ഇതെല്ലാവർക്കും ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെ കുറ്റാരോപിതനായ ഏത് വ്യക്തിയെയോ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി ഡിഫെൻഡ് ചെയ്യൂ. അതിനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട്, അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഏത് പാർട്ടിയിലാണ് ഏത് ചാനലിലാണ് പ്രവർത്തിച്ചത് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട്, അതൊക്കെ തന്നെ
പേര് മാത്രമല്ല ഏത് വിവരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതെല്ലാം സെക്ഷൻ 72 പ്രകാരം, അതായത് പഴയ IPCയിലെ 228A ആണ് സെക്ഷൻ 72 ആയിട്ട് മാറിയിരിക്കുന്നത്. നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. IT ആക്ട് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ശ്രീ രാഹുൽ ഈശ്വറിന് ജാമ്യം നേടുവാൻ ബുദ്ധിമുട്ടുണ്ടാകേണ്ടതാണ്. പിന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ വിസിബിൾ അല്ല, അദ്ദേഹം ഒളിവിലാണ്. അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഈ സൈബർ ചെന്നായി കൂട്ടങ്ങൾ അല്ലെങ്കിൽ വേട്ടനായ്ക്കൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുവാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുകയാണ്. കാരണം അദ്ദേഹം അന്വേഷണവുമായി ഇതുവരെ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല, സഹകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ഈ വേളയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അണികളും ഓഫീസ് ബെയറേഴ്സുമായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ഇരയ്ക്കെതിരെ അക്രമം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം ഒന്ന് തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയാൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ശക്തമായി ചൂണ്ടിക്കാട്ടി കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പ്ലീ അവിടെ നിരാകരിക്കുവാൻ കോടതിക്ക് കഴിയും. ഇതിനകത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഡിലേ ഉണ്ട് എന്നുള്ള ഗൗരവകരമായ ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് ഈ കേസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രജൈലിറ്റി, ഒരു ബലഹീനത ഉണ്ടെങ്കിൽ കൂടിയും ഇരയെ ആക്രമിക്കുവാൻ രാഷ്ട്രീയ നേതാവായിട്ടുള്ള കുറ്റാരോപിതൻ്റെ സൈബർ ഗുണ്ടാ സംഘങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇയാൾ പുറത്ത് നിൽക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇയാളെ നിയമം പുറത്തിരുത്തി കഴിഞ്ഞാൽ എന്താകുമായിരിക്കും ഇരയുടെ അവസ്ഥ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം നിയമ സംവിധാനത്തിൽ ന്യായാധിപർക്കുണ്ട്. ആ കാരണം ശക്തമായി ചൂണ്ടിക്കാട്ടിയാൽ ഇവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഇവരുടെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് വളരെ വികൃതമായ രീതിയിൽ മാന്യമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഇതുപോലെ പരാതിക്കാരിയെ ആക്രമിക്കുന്ന അവസ്ഥയാവിശേഷം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അത് മാത്രം ചൂണ്ടിക്കാട്ടി കോടതിക്ക് മുൻകൂർ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഈ പറയുന്ന അണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ കൂട്ടം ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഴത്തിലുള്ള ട്രഞ്ച്, ആഴത്തിലുള്ള കയം കുഴിച്ചു കൊടുക്കുകയാണ് എന്നാണ് ശ്രീ MR അഭിലാഷ് പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.